ടർപ്പോളയ്ക്കിടയിൽ ഇപ്പോഴും ജീവിക്കുന്ന ആളുകളെ ഞാൻ കാണിച്ചു തരാം. കുടിവെള്ളമില്ലാതെ വിഷമിക്കുന്ന ആളുകളെ ഞാൻ കാണിച്ചു തരാം. തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് എന്താ, കുറേ ബിൽഡിങ്ങുകൾ വരുന്നു, അവിടെ കുറേ കച്ചവട സ്ഥാപനങ്ങൾ വരുന്നു, ആ സിറ്റികളിൽ ചിലപ്പോൾ നല്ല നല്ല റോഡ് വരുന്നു. ഇതാണോ വികസനം? മിനിമം വേണ്ടത് ഈ നാടിനെ രക്ഷപ്പെടുത്തുന്ന ഒരു മനസ്സാണ്. ഇടതായാലും വലതായാലും ബാലൻസ് ചെയ്ത് പോകുന്ന രീതിക്കാണ് സീറ്റാണ്. പക്ഷേ NDA ഒരു നിർണായക കക്ഷിയായി മാറും എന്നൊരു വിശ്വാസത്തിലാണ് താങ്കൾ. എപ്പോഴും നമ്മുടെ ഒരു ഗതികേട് കേരളത്തെ ശ്രദ്ധിച്ചു. എപ്പോഴും കേന്ദ്രം വേറെ ആൾക്കാർ വരികയും കേരളം വേറെ ആൾക്കാർ. ഗോവയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിയുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ ഭരിക്കുന്നത് NDA ആണ്. അവർക്കൊന്നുമില്ലാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെയാണ് കേരളത്തിൽ വരുന്നത്. ഇനി ഇവരെവിടെ പോയി ഇവർ വർക്ക് ചെയ്യും? കോൺഗ്രസ്സിൽ ഇവിടെ നിന്നൊരു ഇത് കിട്ടിയില്ലെങ്കിൽ എത്രയോ യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടാവും, എത്രയോ കഴിവുള്ള നേതാക്കന്മാർ ഇതുണ്ടാവും. ഇവർക്കൊക്കെ ഒരു മിനിമം ലെവലിലേക്ക് വന്നാൽ അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ഒരു 10-40 കൊല്ലമായിട്ട് വഴി അടഞ്ഞിരിക്കുകയാണ്. ഏറ്റവും ആരാധിക്കുന്ന പുരുഷനാണ് കാന്തപുരം അല്ലേ? അദ്ദേഹം ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാൻ പോയിട്ട് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചു. അദ്ദേഹം തന്നെ പറയുന്നു ഇത്രയും നല്ലൊരു മനുഷ്യനില്ലായിരുന്നു. ഭാരത് മാത കീ ചെയ്യുന്ന ഹൈദരാബാദിയും പറയണം, കണ്ണൻ താമരക്കുളവും പറയണം, ജിവി എബ്രാഹവും പറയണം. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കേരള ജനതയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനി നടക്കാൻ പോകുന്നില്ല. അടുത്ത സ്റ്റെപ്പ് ഇത് ഇവിടുത്തെ മുസ്ലിങ്ങൾ കൂടി മനസ്സിലാക്കാൻ